ഇങ്ങനെ നോക്കിയൊക്കെ പഠിക്കണം. എന്താടാ നമസ്കാരമുണ്ട്. നമസ്കാരം. ഇവിടെ തിയേറ്റർ ഉണ്ടെന്ന് കേട്ടാ. വെളിയിലത്തെ പടങ്ങൾ നമ്മളങ്ങനെ ഓടിക്കത്തില്ല. ഇവിടെ നമുക്ക് വേണ്ടി കാണാൻ വേണ്ടിയുള്ള തിയേറ്ററാണ്. കുഴപ്പമില്ല, ഞാൻ റിവ്യൂ ചെയ്തോ. ഇവിടെ അങ്ങനെ പടത്തിന്റെ റിവ്യൂ ഒന്നും പറയത്തില്ല ആരും. അല്ല മിനിങ്ങാൻ നമ്മളൊരു പടം ഇറങ്ങിയായിരുന്നേ, അതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. നമ്മള് മെനഞ്ഞാന്നൊരു പടം ഇറക്കിയായിരുന്നു, അത് കണ്ടിട്ടൊരു റിവ്യൂ പറഞ്ഞാൽ കൊള്ളാം. അങ്ങനെയാണെങ്കിൽ തിയേറ്റർ ഓപ്പൺ ആക്കാണോ? ഇപ്പൊ ഓപ്പൺ ആക്കാവോ? തിയേറ്റർ ഇപ്പൊ ക്ലോസ്ഡാ. ഇപ്പൊ നമ്മളൊരു സിറ്റുവേഷന് പോകാൻ വേണ്ടിയിരിക്കണം. ആണോ? അല്ല ആ പടം കണ്ടായിരുന്നോ? നമ്മളൊരു പടം ഇറക്കിയത് കണ്ടായിരുന്നോ? കുഴപ്പമില്ല. കൂട്ടുകാരൻ വന്നില്ലേ? ആടാ കിംബോയ് കൂട്ടുകാരൻ വന്നില്ലേ? ഇല്ല, പ്രശ്നാണ്. ഇപ്പൊ നമ്മളൊന്നും വേണ്ട, നമ്മള് ഫീൽഡ് ഔട്ട് ആയി പറയുന്നേ. ഫീൽഡ് ഔട്ട് ആറട്ടനൊക്കെ ഓജിയല്ലേ, എങ്ങനെ ഫീൽഡ് ഔട്ട് ആവണേ? നിങ്ങൾക്ക് മാത്രമേ അത് അറിയുള്ളൂ. എല്ലാരും ആരെങ്കിലും പിരിച്ചുവിട്ടേ ഉള്ളൂ. ഇപ്പൊ ഫീൽഡ് ഔട്ട് അല്ല എന്തായാലും. ഫീൽഡ് ഔട്ട് അല്ല എന്തായാലും, നിങ്ങളൊക്കെ അല്ലേ ട്രെൻഡിങ്. സത്യോ, നിങ്ങൾക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. എല്ലാരും ഓടിയാണ്, അവിടെ നിന്ന് ഞാൻ ഓടിയാണ്. അമലപ്പോൾ എന്തൊരു ഷെഷ്കി കിട്ടണത് കണ്ടായിരുന്നോ? അറിയിട്ടുണ്ടായിരുന്നോ? ഇന്നലെ രാത്രി റിവ്യൂ വരുന്നുണ്ട്. പുള്ളിക്കാരുടെ ഭർത്താവിന്റെ കൈ കണ്ടിട്ടുണ്ടോ? തൊഴയുടെ അത്രയും വരും. അല്ല ഈ റിവ്യൂ വരെ രാത്രി വരെ വെയിറ്റ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. അല്ല ഞാൻ നിങ്ങൾ ഈ പകൽ എന്താണ് റിവ്യൂ? രാത്രി ആവുമ്പോ എന്തിനാണ് ഇത്രയും റിവ്യൂ? ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്തിനാണ് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണം? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മളൊരു ഫോൺ എടുത്തിട്ടേ നമ്മള് മൂക്കല്ല ഫ്രണ്ട് ക്യാമിൽ കാണുന്നത്, നമുക്ക് കുറച്ച് അകത്തി വെച്ച് കഴിഞ്ഞാൽ എന്റെ മുഖം കാണാൻ പറ്റും. പറഞ്ഞോളൂ. പറഞ്ഞോ. എന്റെ ട്രൈപോഡ് ബാലം പൊട്ടിച്ചിട്ടാണ്. എന്റെ പൊന്നു സുഹൃത്തിന് ട്രൈപോഡിന്റെ ഒന്നും ആവശ്യമില്ല. അതെ, അതായിരിക്കത്തില്ല. ഏതായാലും പടത്തിന്റെ റിവ്യൂ പറഞ്ഞതിന് ആൾക്കാർ തല്ലാൻ വിളിക്കില്ല. ഞാൻ പോവാ. എന്തിനാ പോണേ? മുള്ളി ചന്ദ്രു കത്തിന്ന് പോണേട്ടോ. മുള്ളി ഞാൻ ശരിക്കും 2 പേര് കത്തിപ്പോയാൽ മതി, ഇതാണ് പ്രാർത്ഥിച്ചത്. ഇതിപ്പോ കൊറേ പേര് കത്തിപ്പോയിട്ടാ. നോക്കട്ടെ നോക്കിട്ട് പറയാം. 17 പേരുണ്ടായിരുന്നേ, അപ്പൊ 2 പേര് കത്തിപ്പോയാൽ 15 പോലും. അപ്പൊ മെയിൻ ലൈനപ്പ് ഇറങ്ങാലോ, അങ്ങനെ പ്രാർത്ഥിച്ചാണ്. പക്ഷെ ഇതിപ്പോ എണ്ണം കുറഞ്ഞു പോയി, ഒരുപാട് കുറഞ്ഞു പോയി. PL വീണ്ടും കൂടുന്നല്ലോ ഇന്ന്. ശരിയാണ്, ഇപ്പൊ 15 ഇപ്പൊ അടിക്കുന്നെങ്കിൽ. എടാ എല്ലാരും എന്തിയുടെ കത്തിപ്പോയതാണോ? ചന്ദ്രനൊക്കെ എവിടെ? സിറ്റുവേഷൻ എടുക്കണം. 17-20 ഇപ്പൊ PL. അതാ പറഞ്ഞ എന്ത് ചന്ദ്രനൊക്കെ എന്ത്? ചന്ദ്രൻ കത്തിയിടാനാണ് പുള്ളിയുടെ സ്ലാങ് വരുന്നത്. ചന്ദ്രൻ കത്തിപ്പോയി പുള്ളി പറയണം. ചന്ദ്രൻ കത്തിപ്പോയി എനിക്ക് 25-26 PL വരുന്നടാ. അടിക്കല്ലടാ മോനെ അടിക്കല്ലേ മോനെ. ഡിരോസ്കുട്ടാ അടിക്കല്ലടാ. നമ്മളൊന്ന് ഇന്നൊരു ദിവസത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ മോനെ. നീ ഒരു ദിവസത്തേക്ക് ഇത് ഇപ്പൊ ഈ പറയുന്ന ഇടയിൽ ഞാൻ നാളെ ഫുൾ ഡേ അടിച്ചോ, നമുക്ക് കുഴപ്പമില്ല. ഇന്നൊരു ദിവസം നമ്മളൊന്ന് അടിച്ചോട്ടെ മോനെ. മോനെ നീ ഇത് കാണുന്നുണ്ട്, നമുക്കറിയാം മോനെ. നമ്മൾ ഇതൊന്ന് കളിച്ചോട്ടെ മോനെ. ഇന്നൊരു ദിവസത്തേക്ക് ഡിസ്കണക്ഷൻ പെയിൻഫുൾ ആണ്. കറണ്ട് പോയതാണോ? പിന്നെന്ത് പോയത്? ഇൻവെർട്ടർ ഉണ്ട് നമ്മുടെ. ഓക്കെ ഇതും പറഞ്ഞിരുന്നാണ് ഞാൻ നേരത്തെ പോയത്. ഞാൻ പറഞ്ഞു, ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അടിയില്ല. എന്താണ്
എടാ മോനെ PL പെയിൻഫുൾ ആണ്, അടിക്കരുത്, നീ അടിക്കരുത് മോനെ. ഇന്നൊരു ദിവസം ഒരു ഗ്യാപ്പ് തരണം നീ. ഓക്കെ ഇനി ഇവിടെ നിന്ന് അടി പൊട്ടും, അതിന് മുന്നേ പോകുന്നതായിരിക്കും നല്ലത്. കൊച്ചിന് എന്നോട് ക്രഷ് ഉണ്ടെന്നാ പറഞ്ഞത്. പേരൊന്നും പറഞ്ഞിട്ടുണ്ട്. അനിതാ പറഞ്ഞോണ്ട് ഇനി പോയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ 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 പോലീസ് എന്റെ കാണാം. നമ്മളൊരു പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും നാളെ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ വിളിക്കാം. ആ ഓക്കെ ഞാൻ കണ്ടിരുന്നോളാം. ഓക്കെ ഓക്കെ ഒരു മിനിറ്റ് ഇങ്ങ് വരാം. ബുള്ളറ്റ് എവിടെ? ഭയങ്കര ലോൺലിനെസ് ആണ്. അതിപ്പോ നമ്മളൊന്നും വേണ്ട. ഇത് മത്സല്ലേ? മത്സ്യ പുള്ളി ലോൺലെസ് ആണ്, വൺ സൈഡ് ലവ് പെയിൻഫുൾ ആണ്. അപ്പൊ ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് വീഡിയോ ഉണ്ട്. അപ്പൊ നീ ഒന്ന് പുള്ളിയുടെ പോണം. ഒരു പയ്യൻ വെള്ളം അടിച്ചിട്ടേ ഒരു ട്രെൻഡിങ് വീഡിയോ ഉണ്ട്. നീ ഒന്ന് പുള്ളിയുടെ പോയി വെള്ളം അടിക്കണം. ഇപ്പൊ വരാം ഞാൻ. ഓക്കെ പോയിട്ട്